സത്യം പറഞ്ഞ അർച്ചനയും കുഞ്ഞിനെയും നെല്ലിശ്ശേരിയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നവരെ എനിക്കൊരു സമാധാനമില്ല. അച്ഛാ, അച്ഛനെന്തിനെ ടെൻഷൻ അടിക്കുന്നേ? അർച്ചനടുത്തി കുഞ്ഞും അവരെ സ്വന്തം വീട്ടിലല്ലേ നിൽക്കുന്നേ. അപ്പോ നെല്ലിശ്ശേരി സ്വന്തം വീടല്ലേ? ഇനി അതിനെക്കുറിച്ചൊരു തർക്കം വേണ്ട. ഈ വീടും നെല്ലിശ്ശേരി വീടും എനിക്ക് ഒരുപോലെ തന്നെ. അതിനേക്കാളും ഒക്കെ മുകളിലാ അച്ഛനോടുള്ള എന്റെ സ്നേഹം. പക്ഷെ എന്തിയാനാ, എന്തായാലും 3 മാസമെങ്കിലും എനിക്കിവിടെ നിന്നല്ലേ പറ്റുള്ളൂ. 3 മാസോ? അത് ഒരുപാട് കൂടിപ്പോയില്ലേ? അർച്ചനേട്ടത്തിയുടെ ആരോഗ്യം നോക്കണ്ടേ? അത് നെല്ലിശ്ശേരി വന്നാലും നോക്കാലോ. അവിടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. വേണമെങ്കിൽ ആയുർവേദ ചികിത്സയ്ക്ക് പ്രത്യേക ഒരാളെ ഏർപ്പാടാക്കുകയും ചെയ്യാം. അതൊന്നും വേണ്ട അച്ഛാ. കുറച്ച് ദിവസങ്ങളുടെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോ ഞാനിങ്ങ് വരില്ലേ? പിന്നല്ലാതെ. അല്ല, സച്ചേട്ടൻ എന്താ വരാതിരുന്നേ? അവന്റെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങൾ ഒരുമിച്ച് വരാൻ ഇറങ്ങിയതാ. അപ്പോഴാ അവനെന്തോ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയത്. ഹോസ്പിറ്റലിൽ എന്താ അത്യാവശ്യം? അവന്റെ ഏതോ ഒരു കൂട്ടുകാരൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ എന്തെങ്കിലും അത്യാവശ്യം കാണും. സച്ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയതാ ഏട്ടത്തി. അപ്പോഴാ ആരുടെയോ ഫോൺ വന്നത്. ഇവര് എല്ലാരും ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. ഇവരൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങോട്ട് എത്താന്നാ സച്ചേട്ടൻ പറഞ്ഞത്. ഇനി ഇത് കുടിച്ചിട്ട് സംസാരിക്കാം. കൊടുക്ക്. വേണ്ട. അങ്കിളെ, കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട് ജ്യൂസ് എടുത്ത് കുടിച്ചേ. മോള് ജ്യൂസ് അവിടെ വെച്ചാ മതി, ഞാൻ പിന്നെ കുടിച്ചോളാം. ആദ്യം ഞാൻ ഇവിടെ കുറച്ചേരം എടുക്കട്ടെ. കണ്ട മോളെ, സേതുവേട്ടൻ കൊച്ചിനെ എടുത്തപ്പം എല്ലാ അസുഖവും പോയി. എന്തായാലും എല്ലാരും കൂടി ഒരുമിച്ച് വന്നല്ലേ, നമുക്ക് നല്ല ഒന്നാന്തര സദ്യ ഉണ്ടാക്കിയാലോ? അങ്ങനെയാണെങ്കിൽ പായസവും വേണം. പിന്നെന്താ, അതൊക്കെ ഞങ്ങൾ ഏറ്റു. വാ മോളെ, നിങ്ങൾ അങ്ങോട്ടിരിക്കെ.